الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നെ നിങ്ങളേവരെയും ശക്തമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതം നാം അറിയാതെ തീർന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന ആകസ്മികമായ മരണവാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മരണം അതുപോലെ തന്നെ സംഭവിക്കുമെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. പെട്ടെന്ന് മരിച്ചുപോയി, അകാലത്തിൽ മരിച്ചുപോയി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അടുത്തിടെ ഒരു വീട്ടിലുള്ള 4 കുട്ടികളാണ് ഒന്നിച്ച് ആക്സിഡന്റിൽ അബുദാബിയിൽ മരണപ്പെട്ടത്. അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മരണം എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസപ്രകാരം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അകാല മരണം എന്നൊന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ കാന ലിനഫ്സിൻ അൻ തമൂത ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജലാ. ഒരാത്മാവിനും തന്നെ മരണം വരിക്കുന്നതല്ല. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജലാ. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നേരത്തെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു അവധിയിലായി കൊണ്ടല്ലാതെ ഒരാത്മാവും തന്നെ മരിച്ചു പോകുന്നില്ല. പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പേ അള്ളാഹു തീരുമാനിച്ചതാണ് ഓരോരുത്തരുടെയും മരണം എന്നാവണമെന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിനവും കൊഴിഞ്ഞു തീരുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് നാം ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽമർഉ യബീതു വയുഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ്ദുനിയാ ഖരീബൻ ഇലൽ ഖബരി. ഓരോ മനുഷ്യനും യബീതു വയുഹി, രാവും പകലും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ബഈദൻ അനിദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് അവൻ വേർപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖരീബൻ ഇലൽ ഖബരി, ഖബറിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുകയുമാകുന്നു. ഓരോ രാവും പകലും കൊഴിഞ്ഞു തീരുമ്പോൾ ഞാനും നിങ്ങളും നമുക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഓർമ്മയാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് ഈ ലോകത്ത് നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ജീവിതം നിശ്ചയിച്ചവനാണ് അല്ലാഹ്. നമ്മളാരും ഈ ദുനിയാവിൽ ജീവിക്കണം എന്നോട്ട് ആവശ്യപ്പെട്ടതല്ല. ഇന്നാട്ടിൽ ജനിക്കണം, ഇന്ന വാപ്പാന്റെ കുട്ടിയാണോ ഇന്നമ്മാന്റെ കുട്ടിയാണോ എന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാതെ അള്ളാന്റെ തീരുമാനമാണ് ഇന്ന സ്ഥലത്ത് ജനിക്കണം,
എന്നുള്ളത്, ഇന്ന മാതാപിതാക്കൾക്ക് ജനിക്കണം എന്നുള്ളത്, ആണായോ പെണ്ണായോ ജനിക്കണം എല്ലാം അല്ലാഹുവിന്റെ തീരുമാനം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയാത്തവരാണ് ധാരാളം മനുഷ്യർ. എന്തിനീ ദുനിയാവിലേക്ക് ജനിച്ചു വന്നു എന്നറിയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി അറിയിച്ചു, അള്ളാഹു പരീക്ഷണമായി നിശ്ചയിച്ചതാണ് ഈ ലോകത്തെ ജീവിതം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ എന്ത് സമ്പാദിക്കുന്നു അതാണ് അള്ളാഹു നിരീക്ഷിക്കുന്നത്. അള്ളാഹു തആല പറഞ്ഞു, ഓരോ മനുഷ്യനും ചിന്തിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ആത്മാവും ചിന്തിച്ചു കൊള്ളട്ടെ തനിക്ക് വേണ്ടി എന്താണ് നാളേക്ക് വേണ്ടി സമ്പാദിക്കുന്നത് എന്ന്. ദുനിയാവിന്റെ കാര്യമല്ല. ദുനിയാവിൽ സമ്പാദിച്ചാലും ഇല്ലെങ്കിലും പരലോകത്ത് കുറ്റമൊന്നുമില്ല. ഒരാള് കുറെ സമ്പാദിച്ചു എന്നുള്ളതുകൊണ്ട് ഹലാലായ മാർഗത്തിലാണെങ്കിൽ ദോഷമൊന്നുമില്ല. ധാരാളം സ്വഹാബികൾ സമ്പാദിച്ചവരാണ്. ധാരാളം സ്വഹാബികൾ സമ്പന്നരായിരുന്നു. ആ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ സേവിച്ചവരായിരുന്നു. പ്രാർത്ഥനയിൽ തന്നെ പഠിപ്പിക്കുന്നതാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ലോകത്തും നന്മ തരണേ, പരലോകത്തും നന്മ തരണേ. വഖിനാ അദാബന്നാർ, കഠിനമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ പരലോകത്തേക്ക് സമ്പാദിക്കാതെ പോയാൽ നിരാശപ്പെടണം. പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറുള്ളത് ഇഹലോകത്തെ കുറിച്ചാണ്. ഞാനും അവനും ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്, ഒന്നിച്ച് ബിസിനസ് ചെയ്തവരാണ് ഒരേ കാലഘട്ടത്തിൽ. പക്ഷെ അവന് കുറെ സമ്പാദിക്കാൻ കഴിഞ്ഞു, എനിക്ക് പക്ഷെ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഞാനും അവനും ഒരേ കാലത്ത് പഠിക്കാൻ പോയവരാണ്, അവൻ പഠിച്ച് മുന്നേറി വലിയ വലിയ വിദ്യാഭ്യാസങ്ങൾ കരസ്ഥമാക്കി, എനിക്കതിന് കഴിഞ്ഞില്ല. ഇങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിരാശപ്പെടുന്നവരും ചിന്തിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് പരലോകത്തെ കാര്യമാണ്. ഇഹലോകത്ത് ഒരാൾക്ക് സമ്പാദ്യങ്ങളില്ല, ഇഹലോകത്ത് ഒരാൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഇതൊന്നും പരലോകത്തെ ബാധിക്കുന്ന വിഷയമല്ല. ഒരാൾക്ക് നേട്ടങ്ങൾ ഉണ്ടായി, അയാൾ വലിയ പ്രശസ്തനായി, അയാൾ വലിയ സമ്പന്നനായി, വലിയ സെലിബ്രിറ്റി ആയി, ഇതൊക്കെ ഈ ദുനിയാവിലേ ഉള്ളൂ. മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രശസ്തിയോ അയാളുടെ പണമോ അയാളുടെ സ്ഥാനമാനങ്ങളോ ഒന്നും അയാൾക്ക് ഉപകരിക്കുകയില്ല. ആകെ ഭരിക്കുന്ന എന്താ? അയാളെ ഈമാനും അമലുകളും മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ നഫ്സും ഓരോ വ്യക്തിയും നോക്കട്ടെ തനിക്ക് വേണ്ടി എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. ഇഹലോകത്തിന്റെ വിഷയത്തിൽ ഒരാൾ സമ്പാദിച്ചാൽ മതിയോ? വല്യപ്പ സമ്പാദിച്ച ധനമായിരിക്കും ഒരുപക്ഷെ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സ്വത്തുക്കൾ, അതിന്റെ സോഴ്സ് നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ വല്യപ്പയോ വല്യപ്പാലൊക്കെ സമ്പാദിച്ചതായിരിക്കും. അവരന്ന് അധ്വാനിച്ച് സമ്പാദിച്ചത് അവരുടെ പിൻഗാമികളായി ജനിച്ചത് കൊണ്ട് ഈസിയായിട്ട് നമുക്ക് ലഭിച്ചു. നമ്മൾ ഇന്ന് സമ്പന്നരായിരിക്കാം, സമൃദ്ധിയിലായിരിക്കാം. എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിൽ പാപ്പ സമ്പാദിച്ചത് കൊണ്ട് മാത്രം ജീവിക്കുന്ന മക്കളുണ്ട്. എന്നാൽ പരലോകത്ത് അങ്ങനെയല്ല. പരലോകത്ത് സമ്പാദിക്കണമെങ്കിൽ ഓരോരുത്തരും സ്വയം ചെയ്യണം. പാപ്പ നന്നായി നല്ല വിശ്വാസം സ്വീകരിച്ചു, നല്ല അമലുകൾ പ്രവർത്തിച്ചു, നന്നായി നിസ്കരിച്ചു, നോമ്പ് വെച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, ധർമ്മങ്ങൾ കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം മക്കൾ അതുകൊണ്ട് രക്ഷപ്പെടൂല. അംലം ബിമാ ഫീ സ്വഹ്ഫി മൂസാ വഇബ്രാഹീമ അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖറാ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്തുൽ നജ്മിലുള്ള ആയത്താണ്. അംലം യുനബ്ബ ബിമാ ഫീ സ്വഹ്ഫി മൂസാ, മൂസാ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഏടുകൾ, അതിലുള്ള വിവരം അവർക്ക് വന്നെത്തിയില്ലയോ? വഇബ്രാഹീമ അല്ലദീ വഫാ, കരാറുകളെല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിമിന്റെ വാർത്തയും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വൃത്താന്തം അവർക്ക് വന്നെത്തിയില്ലേ? അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖറാ, അവർക്കെല്ലാം നൽകപ്പെട്ട സന്ദേശമാണത്. ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ വഹിക്കുന്നതല്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യനും തന്നെ അവൻ സമ്പാദിക്കുന്നതല്ലാതെ ലഭിക്കില്ല. അപ്പൊ വല്യപ്പ നന്നായി വാപ്പ നന്നായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് അയാളുടെ പരലോകം രക്ഷപ്പെടില്ല. അവനവന്റെ വിശ്വാസം നന്നാക്കണം,
അവന്റെ പരലോക വിജയത്തിന് അധ്വാനിക്കണം. അവിടെ പറഞ്ഞ കാര്യം എന്താ? അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. സൂറത്തുൽ അശ്റിലെ 18-ാമത്തെ ആയത്താണത്. ആയത്തിൽ 2 തവണ ആവർത്തിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കണം. അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വിശ്വാസമുള്ള തൗഹീദുള്ള ആളുകളോടാ പറയുന്നത്, വിശ്വാസമില്ലാത്തവരോടല്ല. വിശ്വാസമുണ്ടായാൽ മാത്രം പോരാ, തഖ്വയുള്ള ജീവിതം വേണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും അവനവന്റെ നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ചിന്തിക്കട്ടെ. അത് പറഞ്ഞ് വീണ്ടും പറഞ്ഞു വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നമ്മുടെ പരലോക ഭാവി നമ്മുടെ മരണത്തെ ആശ്രയിച്ചിട്ടാണുള്ളത്. മരണം വരെയുള്ള ജീവിതം എങ്ങനെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് മരണം നന്നാവുക, മരണാനന്തര ജീവിതം രക്ഷപ്പെടുക. മുൻഗാമികളായ മഹാന്മാരൊക്കെ ഏറെ പേടിച്ചിട്ടുള്ള കാര്യമാണത്. നമ്മുടെ മരണം എങ്ങനെയാകും? സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി താബീങ്ങൾപ്പെട്ടൊരു മഹാനാണ്. അദ്ദേഹം ഒരിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? വാർദ്ധക്യദശയിലാണ്, എന്താണ് കരച്ചിലുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അഖാഫു ഖാത്തിമതി, എൻ്റെ അന്ത്യത്തെക്കുറിച്ച്. ഇന്നമാ അഖാഫു സുഅൽ ഖാത്തിമ, എൻ്റെ ജീവിതത്തിന്റെ അന്ത്യം മോശമായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ ഭയപ്പാടാണ്, അതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. നമ്മളങ്ങനെ ചിന്തിക്കലുണ്ടോ? നമ്മളെ മരണം നന്നായി തീരണമെങ്കിൽ ജീവിതം നന്നായി തീരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, ഓരോ മനുഷ്യന്റെയും അവന്റെ ജീവിതാന്ത്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും അവന്റെ അവസാനം എന്ന് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അന്ത്യം നന്നായി തീരാൻ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കി തരണേ, ജീവിതത്തിന്റെ അന്ത്യം നന്നാക്കി തരണേ. ചിലപ്പോൾ ആദ്യമൊക്കെ നന്നായി ജീവിച്ച ആള് അവസാനം മോശമായി തീരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീൻ സ്വീകരിച്ച് നബിയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച മനുഷ്യൻ പിന്നീട് കാഫിറായി മരിച്ച ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറേ സഹാബികൾ ഒരിക്കൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ കാഫിറായി മരിക്കും. എല്ലാ സഹാബികൾക്കും പേടിയായി, ആരായിരിക്കും അത് എന്നുള്ളത്. എന്നാൽ പ്രവാചകന്റെ കാലശേഷം അവരിൽ ഒരാൾ, റജ്ജാൽ എന്ന പേരുള്ള വ്യക്തി, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ, ആ കള്ളപ്രവാചകനെ കണ്ട് ഉപദേശിച്ച് നന്മയിലേക്ക് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹുവിനോട് വാക്ക് പറഞ്ഞു പോയ ആളാണ്. പക്ഷേ മുസൈലിമത്തിന്റെ സാമ്പത്തികമായ ഓഫറുകളും പല നേട്ടങ്ങളും വാഗ്ദാനം ചെയ്തപ്പോൾ അയാൾ വിശ്വാസം മാറി മുസൈലിമത്തിന്റെ ആളായി, അങ്ങനെ കാഫിറായി മരിച്ചുപോയി. അത്ര പോലും ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആഖിബത്തിനെ പേടിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ ആഖിബത്ത്, ജീവിതാന്ത്യം നന്നാവാൻ ഏറ്റവും പ്രധാനമായത് അയാൾ അതിനെ ഭയപ്പെടലാകുന്നു. പേടിക്കണം എന്നാണ്. എൻ്റെ മരണം നന്നായി തീരുമോ? മഹാന്മാരെ പ്രവാചകന്മാര് പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ അന്ത്യം നന്നാകണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്വാലിഹീൻ. എല്ലാ അധികാരങ്ങളൊക്കെ ലഭിച്ചിട്ടും അതിൽ സന്തുഷ്ടനായി ജീവിക്കുന്നതിന് പകരം അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്വാലിഹീൻ. എന്നെ യഥാർത്ഥ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ്. പേരുകൊണ്ട് മാത്രമല്ല, പേരുകൊണ്ടോ വേഷം കൊണ്ടോ മാത്രമല്ല, ശരിയായ ഈമാനുള്ള മുഅ്മിനായി മരിക്കണമെങ്കിൽ തഖ്വയുള്ള ജീവിതം വേണം. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. സൂറത്ത് ആൽ-ഇംറാനിലെ 102-ാമത്തെ ആയത്താണ്. സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, യഥാർത്ഥ മുസ്ലിമായ നിലയിലില്ല നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. രണ്ടിനും പരസ്പര ബന്ധമുണ്ട്. തഖ്വയില്ലാതെ ജീവിച്ചാൽ ഈമാനില്ലാതെ മരിക്കും. തഖ്വയോടുകൂടി ജീവിച്ചാലാണ് യഥാർത്ഥ മുഅ്മിനായി മരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത നിലനിർത്തി ജീവിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ഉപദേശം ചോദിക്കുമ്പോഴെല്ലാം പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാനുള്ള നിർദ്ദേശം തഖ്വയിലുള്ള ജീവിതമാണ്.
അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഔസിനി, നിങ്ങൾ എനിക്ക് ഉപദേശങ്ങൾ നൽകിയാലും. സാധ്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് എല്ലാം തികഞ്ഞു എന്നുള്ള വിചാരം ഉണ്ടാകാൻ പാടില്ല. സ്വഹാബികളെല്ലാം അറിഞ്ഞവരായാലും വീണ്ടും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചറിയാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഉപദേശം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, അവനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് നിന്നോട് ഉപദേശിക്കുന്നു. ഫഇന്നഹു റഅസുൽ അംരി കുല്ലിഹി, അത് എല്ലാ കാര്യങ്ങളുടെയും ഹെഡാകുന്നു, എല്ലാ കാര്യങ്ങളിലും പ്രധാനമാകുന്നു. അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചില ഉപദേശങ്ങൾ നൽകി. ആ ഘട്ടത്തിൽ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വത്ബിഹിസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. 3 ഉപദേശങ്ങളാണ് ഒരു ഹദീസിൽ തന്നെ. അതിൽ ഒന്നാമത് പറഞ്ഞ തഖ്വന്നെ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. നീ ഒറ്റക്കായിരുന്നാലും കൂട്ടത്തിലായിരുന്നാലും, നീ സ്വന്തം നാട്ടിലായിരുന്നാലും വിദേശത്തായിരുന്നാലും, നിന്നെ പരിചിതർക്കിടയിലായിരുന്നാലും അപരിചിതർക്കിടയിലായിരുന്നാലും ഒക്കെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ തിന്മയെ തുടർന്ന് നീ നന്മകൾ ചെയ്തു കൊള്ളുക. എങ്കിൽ ആ തിന്മകളെ നന്മകൾ മായ്ച്ചു കൊള്ളും. തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കൂല എന്ന് പറയാൻ പറ്റില്ല. ചെറുതോ വലുതായ തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഏതായാലും അതൊരു ശീലാക്കുക എന്ന് വിചാരിക്കില്ല. ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും പിന്നീട് ധാരാളം നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു ആ തിന്മകളെ മായ്ച്ചു കൊള്ളും. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞു, ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാം പരസ്പര ബന്ധമുള്ളതാണ്, എല്ലാം തഖ്വയുടെ ഭാഗം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്തിക്കുന്ന കാര്യം എന്താണ്? അൻഅക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, അധിക ജനങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്ന കാര്യം എന്താണ് റസൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖൽഖ്. ഒന്ന് അല്ലാഹുവിനുള്ള തഖ്വയും മറ്റൊന്ന് സൽസ്വഭാവവുമാണ്. 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ആ തഖ്വയില്ലെങ്കിൽ മാത്രമേ സ്വർഗ്ഗമുള്ളൂ. കേവലം ഒരു മുസ്ലിമായി ജീവിച്ചാൽ മാത്രം കിട്ടുന്നതല്ല സ്വർഗം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടണേ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്കും, അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമുണ്ടല്ലോ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്തതാണ്. ഒക്കെ അവിടെ പറഞ്ഞേ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ധൃതിപ്പെടണം. സാരിഉ, നിങ്ങൾ ധൃതിപ്പെടണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. രണ്ടും പരസ്പരം ചില ബന്ധങ്ങളുണ്ട്. പാപം പുറത്ത് കിട്ടിയെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ, പാപമോചനം കിട്ടിയെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പല പുണ്യകർമ്മങ്ങളുടെയും മഹത്വം പറയുമ്പോൾ പാപം പുറത്ത് കിട്ടും, സ്വർഗം കിട്ടും, രണ്ടും ചേർത്ത് പറഞ്ഞ രീതിയിൽ കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ ഇതേപോലുള്ള സമാനമായ ആയത്തുകൾ കാണാൻ സാധിക്കും. നന്മകൾ ചെയ്താൽ പാപം പുറത്തു കിട്ടും, സ്വർഗം കിട്ടും. പാപം പുറത്ത് കിട്ടിയാലേ സ്വർഗം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പാപം പുറത്ത് കിട്ടുന്ന കാര്യങ്ങളിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടണേ. അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്തതാണ്. എങ്ങനെയെങ്കിലും ജീവിച്ച ആൾക്കാർക്കല്ല, തഖ്വയോടുകൂടി ജീവിച്ച ആൾക്കാർക്ക് സ്വർഗമുള്ളൂ എന്നാണ് പറഞ്ഞത്. തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുങ്ങിയ നിർവചനം ഇംതിസാലു അവ്വാമിരില്ലാഹ് വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിരോധിച്ചവ വെടിയുകയും ചെയ്യുക. തഖ്വയുടെ ചുരുങ്ങിയ നിർവചനമാണ്. ആ രീതിയിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, അവൻ വിരോധിച്ചത് വെടിയുക. അതുപോലെ തന്നെ രഹസ്യ ജീവിതത്തിലുമൊക്കെ അള്ളാഹിനെ സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വയുടെ പ്രാധാന്യമാണ് പറഞ്ഞു വന്നത്. എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്നതാണ് തഖ്വ കൊണ്ടുള്ള ഉപദേശം. അത് ഖുതുബയുടെ ഒരു പ്രധാനപ്പെട്ട റുക്നാണ്. സലമയുടെ എല്ലാ ഖുതുബയിലും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു തന്നെയും പ്രധാനമായി വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നതാണ് തഖ്വയുടെ കാര്യം. ആ തഖ്വ വന്നു കിട്ടാൻ ചില മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുആ ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹാ. ഹദീസിൽ വന്നൊരു പ്രാർത്ഥനയാണ്. അതിൽ പറയുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹ, എൻ്റെ മനസ്സിന് തഖ്വ നൽകണേ, വസക്കിഹ, അതിനെ സംസ്കരിക്കണേ, അൻത ഖൈറു മൻ സക്കാഹ, അതിനെ സംസ്കരിക്കാൻ ഏറ്റവും പറ്റിയവൻ നീയാകുന്നു. തഖ്വ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ വിശ്വാസികൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നതാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ നൽകണേ, വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങളിൽ മുൻപന്മാരാക്കണമേ. ഇമാമാക്കണം, മുമ്പിൽ നിൽക്കുന്നവൻ എന്നാണ്. മുത്തഖീങ്ങളിൽ മുൻപിൽ നിൽക്കുന്നവരാക്കണം, മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കാൻ പറ്റുന്ന ആളുകളാക്കണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ തഖ്വ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊന്നും നമുക്ക് അറിയില്ല വിചാരിച്ചു. ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾക്കൊക്കെ പ്രത്യേക മഹത്വമുണ്ട്. അത് പഠിച്ചറിയണം നമ്മൾ. ഇപ്പൊ അത് അറിയില്ല, എന്നാലും എനിക്ക് തഖ്വ ഉണ്ടാക്കി തരണേ എന്നുള്ളതിനോട് വേർന്നോടി. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ മുറാഖബത്തിനെ, നിരീക്ഷണത്തെക്കുറിച്ച് എപ്പോഴും പേടിക്കുക എന്നുള്ള. അള്ളാഹു അറിയാതെ ഒന്നും ആർക്കും ചെയ്യാൻ സാധ്യമല്ല. പൊതുവെ മനുഷ്യൻ തെറ്റ് ചെയ്യാറുള്ളത് രഹസ്യമായിട്ടാണ് കൂടുതലും രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുക. മറ്റാരും അറിയാതെ, പാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ, നാട്ടുകാരെ അറിയാതെ തെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ എല്ലാ രഹസ്യങ്ങളും തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ നിരീക്ഷണം ഒരിക്കലും ഒഴിവാകുകയില്ല. ആ ഒരു പേടി നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് തഖ്വയുണ്ടാകാൻ പ്രധാനമായ ഒരു കാര്യമാണ് നല്ല കൂട്ടുകെട്ടിലായിരിക്കുക. മോശമായ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ, തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. തെറ്റായ കൂട്ടുകാർ, തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകൾ, തെറ്റിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സൈറ്റുകൾ, മോശമായ കാര്യങ്ങൾ കാണുക, കേൾക്കുക, അത്തരം കാര്യങ്ങളിൽ തന്നെ ഒഴുകുമ്പോൾ വീണ്ടും വീണ്ടും തെറ്റിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ നല്ലൊരു സഹവാസം, സഹബത്തുൻ ത്വയ്യിബ, നല്ല കാര്യങ്ങളുമായി, നല്ല കൂട്ടുകെട്ടുമായി, നല്ല സാഹചര്യങ്ങളുമായി സാവസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായുള്ള നിരന്തര ബന്ധം എന്നുള്ളതാണ്. ഖുർആനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഖുർആൻ ഇറക്കിയ എന്തിനാണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായി ഗ്രന്ഥം ഇറക്കിയത്, ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ ഓതിയ കൂലിയുണ്ട്, പക്ഷെ ഓതിയ മാത്രം പോരാ, പഠിക്കണം, അതിന്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ ഖുർആനിലൂടെ ഭക്തി വർദ്ധിക്കും. ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ അടയാളം പറഞ്ഞപ്പോൾ, വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് നടുക്കം ഉണ്ടാകുന്നതാണ്. അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ ഒരിളക്കമില്ലാത്ത മനസ്സാകാൻ പറ്റില്ല. അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ ഹൃദയങ്ങൾക്ക് നടുക്കം ഉണ്ടാകണം. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു,
അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സ്വയം ഓതിയാലും അങ്ങനെ അർത്ഥം ഉണ്ടായിരുന്നു. ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നതാണ്. അവർ അള്ളാഹുവിനെല്ലാം ഫലമേൽപ്പിക്കുന്നവരുമാകുന്നു. മുഅ്മിനീങ്ങളുടെ അടയാളം പറഞ്ഞപ്പോ സൂറത്തുൽ അൻഫാലിൽ ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റിയാണിത്. ഖുർആനുമായി ബന്ധപ്പെടുകയും അതിലൂടെ ഹൃദയത്തിന് ഭക്തി വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ നിലക്കുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭക്തിയോടുകൂടിയുള്ള ആരാധനകൾ, വിവാഹത്തിങ്ങനെ നിസ്കരിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല, ഭക്തിയോടുകൂടി നിസ്കരിക്കുക, ഭക്തിയോടുകൂടി ഖുർആൻ ഓതുക, അങ്ങനെ ഓരോ കർമ്മങ്ങളും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ തഖ്വ വർദ്ധിക്കാൻ അത് കാരണമാകും. ആ നിലയിൽ നന്മകൾ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പിഴവുകളും റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ ഫള് കൊണ്ട് പുറത്തു തരുമാറാകട്ടെ. മേലിൽ നല്ല ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനും സ്വർഗം സമ്പാദിക്കുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരായുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, നേരത്തെയും അടുത്ത കാലത്തുമൊക്കെ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, പലരുടെയും മാതാപിതാക്കൾ, വല്യപ്പമാർ, വല്യമ്മമാർ, എല്ലാ മരണപ്പെട്ടവർക്കും, എല്ലാ മരണപ്പെട്ടു പോയ മുസ്ലിങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്ക് ഇടം നൽകുമാറാകട്ടെ. നമുക്കും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളെ സ്വാലിഹായ സന്താനങ്ങളായി വളർത്തുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وللأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم. وآخر دعوانا الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد صلى الله عليه وسلم.